ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണും 2 റബ്ബർ ബാൻഡും അതുപോലെ തന്നെ ഒരു തുണിയിൽ കുത്തുന്ന ക്ലിപ്പും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാ സ്പൂൺ ഞാൻ ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ നടുവിലേക്കായിട്ട് നമ്മൾ തുണിയിൽ കുത്തുന്ന ക്ലിപ്പ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കായിട്ട് ഇനി ഒരു സ്പൂണും കൂടെ ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു റബ്ബർ ബാൻഡ് നന്നായിട്ട് ഇതുപോലൊന്ന് സെക്യൂറായിട്ട് ഇതുപോലെ ആ ഒരു ക്ലിപ്പ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ആകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റബ്ബർ ബാൻഡ് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് സെക്യൂറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്ന സമയത്ത് മീൻ പൊരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു വെസലാണ് കേട്ടോ. ഇത് നല്ലൊരു പാത്രമാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം, നമ്മൾ അതിന് വേണ്ടിയിട്ട് കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ ചിക്കൻ പൊരിക്കുമ്പോഴും മീൻ പൊരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പപ്പടമൊക്കെ വറുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു തുണി ക്ലിപ്പ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ കിച്ചണിലുള്ള വാൾ ടൈലിലേക്കാണ് ഞാനത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് ഒട്ടിച്ച പാടെ നിങ്ങളത് ഉപയോഗിക്കരുത്. കുറച്ച് നേരം നമ്മൾ വിട്ട് കഴിഞ്ഞ് നല്ല സ്ട്രോങ് ആയിട്ട് അത് ആ ടൈലിൽ പിടിച്ചിരുന്നോളും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ഓർഗനൈസറാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു ക്ലിപ്പിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്നൊക്കെ കിച്ചണിൽ നിന്ന് മിസ്സായി പോകുന്ന ഇതുപോലുള്ള വാഷറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഡബിളായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ തുണി ക്ലിപ്പ് ഡബിളായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്യാസ് ലൈറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കിലോ ഇഞ്ചിയും 1/4 കിലോ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്കിനി കഴുകി വൃത്തിയാക്കി ഇതെങ്ങനെ മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ല രീതിക്ക് തന്നെ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ബ്ലെൻഡറിലേക്ക് ഒന്നിട്ട് അരച്ചെടുക്കാം. ആദ്യമേ ഞാൻ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി നമ്മൾ നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ വെളുത്തുള്ളി ആകുമ്പോൾ വേഗത്തിൽ അരഞ്ഞു കിട്ടും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇഞ്ചി തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടെ നമുക്ക് അരച്ച് നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ അരച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് സഹായകരമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ച് വെക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെ നമുക്ക് കേടുകൂടാതെ മാസങ്ങളോളം വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാമെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നും ഇല്ലാത്ത പാത്രത്തിൽ നമ്മളത് സൂക്ഷിച്ച് വെക്കണം. ആ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കല്ലുപ്പാണ്. ഒരു 1/2 ടീസ്പൂണോളം കല്ലുപ്പ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിതുപോലെ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാസങ്ങളോളം അതിൻ്റെ ഒരു ടേസ്റ്റിൽ പോലും വ്യത്യാസം വരാതെ, കളറിൽ പോലും വ്യത്യാസം വരാതെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ അത് ഇരുന്നോളൂ കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചത് നമ്മൾ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പ് ഒരുപാട് ആവില്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇതിപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഉപ്പിട്ട് കൊടുത്താണ് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപയോഗിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ മാക്സിമം കുക്കിങ്ങിൽ നമുക്ക് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമുക്കത് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എളുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. നമ്മൾ സാധാരണഗതിയിൽ കപ്പയൊക്കെ വാങ്ങി നമ്മൾ ഒരുപാട് കപ്പയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വേഗത്തിൽ ആ ഒരു കപ്പ കേടായി പോകും. ചിലപ്പോൾ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വാങ്ങി വെച്ചാൽ നമുക്കത് വേസ്റ്റായി പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കപ്പ നമുക്ക് ഒരുപാട് മാസങ്ങളോളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇനി കപ്പയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞാനത് ഫ്രിഡ്ജിൽ വെച്ച കപ്പയാണ് കേട്ടോ. ഒരാഴ്ചയായി ഞാനത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ട് കളറൊന്നും നമുക്ക് ചേഞ്ച് ആയിട്ടില്ല. നിങ്ങൾ ഇതുപോലെ കപ്പ വാങ്ങിയതിന് ശേഷം
നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾ അരിഞ്ഞ് നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് കപ്പ കേട് കൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഈ ഒരു കപ്പ ഇനി വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ വാങ്ങിച്ചാലും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിട്ട് ഫ്രിഡ്ജിൽ നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് റെഡിയാക്കി നമുക്ക് ഒരുമിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതാ ചപ്പാത്തി കല്ലിലേക്ക് ആദ്യമേ ഒരു ചപ്പാത്തിക്കുള്ള മാവ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് പരത്തിയെടുക്കാനുണ്ട്. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ചപ്പാത്തി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതുപോലെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നന്നായിട്ട് നമുക്കിതുപോലെ മാവ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആട്ടപ്പൊടി തന്നെയാണ്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുന്നവരാണ് ഞാൻ ആ മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചപ്പാത്തി എല്ലാം ഇതുപോലെ ഒന്ന് ചെറിയ റൗണ്ടുകളായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഞാനിവിടെ ഓയിൽ യൂസ് ചെയ്യാണ്ടാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ആ ഒരു പൗഡർ ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചപ്പാത്തിക്കും ഞാനിതുപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 6 ചപ്പാത്തിയാണ് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ നമ്മൾ ആട്ടപ്പൊടി കൊട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു 6 ചപ്പാത്തിക്കുള്ള മാവ് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ആ ഒരു 6 ചപ്പാത്തിക്കുള്ള ചപ്പാത്തിയെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് 10 എണ്ണം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാലറിയാം. അപ്പോൾ ഒരു ചപ്പാത്തി പരത്തുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് 6 ചപ്പാത്തി അല്ലെങ്കിൽ 10 ചപ്പാത്തിയൊക്കെ പരത്തി ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം പരസ്പരം ഒന്നും നമുക്ക് ഒട്ടിപ്പിടിച്ചില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് പരത്തിയ ഒരു ചപ്പാത്തികൾ നമ്മളിതാ പാന് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരുമിച്ച് തന്നെ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈസി ആയിട്ട് നമുക്ക് ഒരു ചപ്പാത്തി വേവുന്ന ആ ഒരു സമയം കൊണ്ട് 10 ചപ്പാത്തിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം. ഞാൻ ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചപ്പാത്തി നമുക്ക് റെഡിയാകും. അപ്പോൾ നല്ല രീതിയിൽ നമ്മളത് അടിയിലുള്ള ആ ഒരു ചപ്പാത്തി ഒന്ന് വെന്ത് റെഡിയായതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ തവണ നമ്മൾ ഇതുപോലെ അടിയിലുള്ള ആ ഒരു വെന്ത ഭാഗം നിങ്ങൾ ഇതുപോലെ മേളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമുക്ക് 10 ചപ്പാത്തി വരെയും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് സമയവും ലാഭിക്കാൻ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിത് കുറച്ച് സ്പീഡി കാണിച്ചത്. നിങ്ങൾ ഇടുന്ന സമയത്ത് ഇതൊന്ന് ഞാൻ എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റായിട്ട് നമുക്കിതുപോലെ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.